Hi everyone, this is GB Sebastian. Welcome to GB's classes. നമ്മൾ സ്റ്റേറ്റ് സിലബസ് ഹിന്ദിയിലെ സെക്കൻഡ് യൂണിറ്റ് നോക്കുന്നത്. സെക്കൻഡ് യൂണിറ്റിലെ ഒരു കഥയാണത്. കഹാനി എന്ന് പറഞ്ഞാൽ കഥ. ഈ കഥയുടെ പേര് ഉജാല എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ് അർത്ഥം. എഴുതിയിരിക്കുന്നത് സേവക് രാം യാത്രി എന്ന ആളാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ഈ കഥയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എങ്ങനെ ഈ ചാനലിലെ എല്ലാ പ്ലേലിസ്റ്റുകളും കാണാം, അതിലെ ഓരോ വീഡിയോകളും കാണാമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ട്, അതിലമത്തേക്ക് കഴിഞ്ഞ് നിങ്ങൾ സബ്സ്ക്രൈബ് ആവും. അതുപോലെ തന്നെ ഇവിടെ ജിബീസ് ക്ലാസ് തന്നിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ആവും. അപ്പോൾ അതിൽ കാണാം ഹോം, വീഡിയോസ്, പ്ലേലിസ്റ്റ്, അങ്ങനെയുള്ളതെല്ലാം. അപ്പോൾ ഈ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ, ഈ പ്ലേലിസ്റ്റിൽ അമർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ കാണുന്ന പോലെ പല പ്ലേലിസ്റ്റുകളും നമുക്ക് കാണാൻ പറ്റും, ഒന്നിന് താഴെ ഒന്നായിട്ട്. അപ്പോൾ അതിലേതാണോ നിങ്ങൾക്ക് കാണേണ്ടത്, അപ്പോൾ ആ പ്ലേലിസ്റ്റിൽ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ വീഡിയോകളും കാണാൻ പറ്റും. ഒന്നിനു പുറകെ ഒന്നായിട്ട് അതിലെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ചാനലിലെ പലർക്കും അത് അറിയില്ല, അതുകൊണ്ടാണ് ഞാനിത് പറയാമെന്ന് വിചാരിച്ചത്. നമുക്കിനി കഥയിലോട്ട് കിടക്കാം. ഈ കഥ എഴുതിയിരിക്കുന്നത് സേവക് രാം യാത്രി എന്ന ആളാണ്. സേവക് രാം യാത്രി का जन्म 10 जुलाई 1932 को उत्तर प्रदेश के मुजफ्फरनगर में हुआ. ഈ സേവക് രാം യാത്രി എന്ന ഈ കഥാകാരൻ ജനിച്ചത് 1932 ജൂലൈ 10 അതെവിടെയാണ് ജനിച്ചത്? ഉത്തർപ്രദേശിലെ മുസഫർനഗർ എന്ന സ്ഥലത്ത്. आपने कहानी, उपन्यास, व्यंग, संस्मरण आदि विधाओं में लेखन कार्य किया है. കഥയും ഉപന്യാസവും ലേഖനവും ഓർമ്മക്കുറിപ്പും അങ്ങനെയുള്ള പല ലേഖനങ്ങളും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആപ് വർത്തമാൻ സാഹിത്യ മാസിക് പത്രിക, മന്ത്ലി പേപ്പറായ മാസിക് സാഹിത്യ എന്ന ആ പേപ്പറും, അതുപോലെ തന്നെ വിസ്ഥാപിത് എന്ന കഥാസംഗ്രഹവും കെ സമ്പാദക് രഹെ, ഇതിൻ്റെ എല്ലാം എഡിറ്ററായിരുന്നു. ആപ് സാഹിത്യശ്രീ എന്ന അവാർഡ് കിട്ടിയിട്ടുണ്ട്. സാഹിത്യഭൂഷൺ എന്ന അവാർഡ് കിട്ടിയിട്ടുണ്ട്. और महात्मा गांधी साहित्य सम्मान से पुरस्कृत है. ഇങ്ങനെയുള്ള പുരസ്കാരങ്ങളെല്ലാം ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കഥയിലോട്ട് കിടക്കാം. മേരി ഗാഡി കൈ ഘണ്ടെ വിലംബ് സെ ചൽ രഹി ഥി. മേരി ഗാഡി, ഇവിടെ ഗാഡി എന്ന് പറയുന്നത് തീവണ്ടിയാണ്. തീവണ്ടി കൈ ഘണ്ടെ, പല മണിക്കൂറുകൾ, വിലംബ് എന്ന് പറഞ്ഞാൽ ലേറ്റ് ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ജബ് മേ അഗ്ലെ ഗന്തവ്യ സ്റ്റേഷൻ പർ പहुंचा, ഞാൻ അടുത്ത സ്റ്റേഷനിലെത്തിയപ്പോൾ, എനിക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷനിലെത്തിയപ്പോൾ, तो मैंने कई रिक्शा चालकों से जवाहर कॉलोनी चलने को कहा. റിക്ഷ ചാലക് എന്ന് പറഞ്ഞാൽ റിക്ഷ ഓടിക്കുന്ന, കൂടുതലായിട്ടും സൈക്കിൾ റിക്ഷകൾ ചവിട്ടുന്ന ആൾക്കാർ റിക്ഷ ചാലക്, അല്ലെങ്കിൽ റിക്ഷ ഓടിക്കുന്ന ഡ്രൈവർമാരെയും ഓട്ടോറിക്ഷക്കാരെയും അങ്ങനെ വിളിക്കാം. പക്ഷേ റിക്ഷ ചാലക് ആ ഓട്ടോ ഡ്രൈവർമാരോട് ജവഹർ കോളനിയിൽ പോവാനായിട്ട് പറഞ്ഞു. അപ്പോൾ ചൂക്കി ജവഹർ കോളനി സ്റ്റേഷൻ സെ ദൂർ പടുത്തി ഥി. ചൂക്കി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ജവഹർ കോളനി സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. ഓർ രാസ്ത ഭി സുൻസാൻ ഥ. സുൻസാൻ എന്ന് പറഞ്ഞാൽ വിജനമാണ്, ആരുമില്ലാത്ത വഴികളാണ് രാസ്ത എന്ന് പറഞ്ഞ വഴി. ഇസിലിയെ, അതുകൊണ്ട് കോയി ഭി റിക്ഷ ചാലക് മുझे ജവഹർ കോളനി ലേ ജാനെ കോ തയ്യാർ നഹി ഹുവ. ദൂരെയും അതുപോലെ തന്നെ ആ വഴിയെന്ന് പറയുന്നത് വിജനമാണ്,
ആൾക്കാരില്ലാത്തൊരു വഴിയാണ്. അതുകൊണ്ട് ഒരു റിക്ഷ ഡ്രൈവർമാരും എന്നെ ജവഹർ കോളനിയിൽ കൊണ്ടുപോകാനായിട്ട് തയ്യാർ നെഹി ഹുവ എന്ന് പറഞ്ഞാൽ തയ്യാറായില്ല. മേ പ്ലാറ്റ്ഫോം സെ ബാഹർ നിക്കൽക്കർ, പ്ലാറ്റ്ഫോമിൽ നിന്ന്, ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തിറങ്ങി, ബാഹർ നിക്കൽക്കർ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി, കൊയ് 15 മിനിറ്റ് തക്ക്, ഒരു 15 മിനിറ്റോളം ഇസി പ്രതീക്ഷാമേ ഖടാ രഹ, അങ്ങനെ ഒരു പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. കി കൊയ് റിക്ഷ ചാലക് ന സഹി, റിക്ഷ ചാലക് അല്ലെങ്കിൽ റിക്ഷ ഡ്രൈവർ അല്ലെങ്കിൽ റിക്ഷ ഓടിക്കുന്ന ആൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ശായദ് ചിലപ്പോൾ ട്രെയിൻ സെ ഉത്തരി കൊയ് സവാരി ഹി ഉധർ ജാനെ വാലെ ദിഖ് ജായേഗ. അപ്പോൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ, ട്രെയിൻ സെ ഉത്തരി എന്ന് പറഞ്ഞാൽ ഇറങ്ങിയ, ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ സവാരി ഏതെങ്കിലും പാസഞ്ചർ അല്ലെങ്കിൽ പോകുന്ന ആൾ, ഉധർ ജാനെ വാല ദിഖ് ജായേ, അവിടേക്ക് അങ്ങോട്ട് പോകുന്ന ആരെങ്കിലും കണ്ടാൽ അവരുടെ കൂടെ എനിക്ക് പോവാം. അങ്ങനെ ഒരു 15 മിനിറ്റോളം വെയിറ്റ് ചെയ്തു. രാത് ഗഹരാനെ ലഗി, രാത്രി കുറേയും കൂടി ഇരുട്ടാൻ തുടങ്ങി. തോ സുൻസാൻ രാസ്തേ പർ ജാത്തെ ഹുയെ മൻ പക്ക നെഹി ഹോ പാത്ത. അപ്പോൾ സുൻസാൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനില്ലാത്ത ആ വഴിയിൽ പോവാനായിട്ട് മൻ പക്ക നെഹി ഹോ പാത്ത, മൻ പക്ക എന്ന് പറഞ്ഞാൽ എനിക്ക് പോവാൻ അത്ര ധൈര്യമില്ല. ഹാ സംഗ് സാത്ത് കെ ലിയെ കോയി ഉധർ ജാനെ വാല മിൽ ജായേ, സംഗ് സാത്ത് എന്ന് പറഞ്ഞാൽ ഒപ്പം പോവാനായിട്ട്, ഉധർ ജാനെ വാല കോയി മിൽ ജായേ, അവിടെ പോകുന്ന ആരെങ്കിലും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ, തോ ആദ്മി നിഡർ ഹോക്കർ ജാ സക്താ ഹെ, ആദ്മി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, ആൾ, നിഡർ എന്ന് പറഞ്ഞാൽ പേടിയില്ലാതെ, ഒരു ആശങ്കയുമില്ലാതെ പോവാൻ പറ്റും ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ. കാഫി ദേർ തക് ജബ് കോയി പഹചാൻ വാല നഹി ദേഖ, കാഫി ദേർ തക് കുറേ നേരം വെയിറ്റ് ചെയ്ത് നോക്കി, അറിയുന്ന പഹചാൻ വാല എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ആരെയും കണ്ടില്ല. തോ മേനെ സോച്ച, അപ്പം ഞാൻ വിചാരിച്ചു, അക്കേലെ ജാനേക്ക് ബജ, അതായത് ഒറ്റയ്ക്ക് പോകുന്നതിന് പകരം, ബജായ് എന്ന് പറഞ്ഞാൽ പകരം, സ്റ്റേഷൻ കെ പ്രതീക്ഷാലയ മേ റുക്ക് കർ ഹി കുച്ച് ഘണ്ടെ ബിത്താ ലിയേ ജായേ. അപ്പോൾ സ്റ്റേഷനിലെ പ്രതീക്ഷാലയം എന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് റൂമിൽ, വെയിറ്റിംഗ് ഹാളിൽ റുക്കർ, അവിടെ നിന്നിട്ട് കുറച്ച് മണിക്കൂറുകൾ അങ്ങനെ സ്പെൻഡ് ചെയ്യാം എന്ന് ഞാൻ പ്രതീക്ഷിച്ചു അല്ലെങ്കിൽ വിചാരിച്ചു. മഗർ പക്ഷേ മേര യ സോച്ചാ ഹുവാ ഭി സംഭവ് നെഹി ഹുവ, അതും നടക്കുമായിരുന്നില്ല. ക്യോക്കി എന്താണെന്ന് വെച്ചാൽ പ്രതീക്ഷാലയമേ ഭീഡ് ഭാഡ് ഇത്തിനി സാദാ ഥി, ഭീഡ് ഭാഡ് എന്ന് പറഞ്ഞാൽ തിരക്ക് ഒരുപാടുണ്ടായിരുന്നു. കി മുझे വഹാ അപ്നെ ലിയേ ठहर सकने की कोई गुंजाइश नज़र नहीं आई, എൻ്റെ അവിടെ നിൽക്കാൻ, അവിടെ പ്രതീക്ഷാലയത്തിൽ അല്ലെങ്കിൽ ആ വെയിറ്റിംഗ് റൂമിൽ തങ്ങാനുള്ള ഒരു ഗുഞ്ചായിസും ഒരു ചാൻസും ഇനി ഞാൻ കണ്ടില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഇസ്കെ അലാവ, അതുകൂടാതെ തോടി തോടി സർദി ഭി ശുരു ഹോ ചുക്കി തി, സർദി എന്ന് പറഞ്ഞാൽ തണുപ്പ്, കുറച്ച് തണുപ്പും തുടങ്ങിയിരുന്നു. ശുരു ഹോ ചുക്കി തി, തുടങ്ങിയിരുന്നു. ജോ രാത് കെ ഗഹരാത്തെ ഹി, കുറച്ചും കൂടി ഇരുട്ടി കഴിഞ്ഞാൽ, കുറച്ചും കൂടി രാത്രിയാവുമ്പോൾ, ഓർ ഭി അധിക് ബഡ് ജാത്തി ഥി, അത് കുറച്ചും കൂടി ആ തണുപ്പ് കുറേയും കൂടി കൂടും. അധിക് ബഡ് ജാത്തി, അധിക് എന്ന് പറഞ്ഞാൽ കൂടുതൽ, ബഡ് ജാന എന്ന് പറഞ്ഞാൽ കൂടുക. അപ്പം മേരെ പാസ് ഓടിനെ ബിച്ചാനേക്ക് കുച്ച് നഹി ഥാ, എൻ്റെ അടുത്ത് ഓടിനെ എന്ന് പറഞ്ഞാൽ പുതയ്ക്കാനോ വിരിക്കാനോ, ബിച്ചാന എന്ന് പറഞ്ഞാൽ വിരിക്കുക, ഓടിന എന്ന് പറഞ്ഞാൽ പുതയ്ക്കുക, അതിനൊന്നും കുച്ച് നഹി ഥാ, ഒന്നും ഉണ്ടായിരുന്നില്ല, ഷീറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ത്മേ യഹി തയ്ക്കിയ, അവസാനം ഞാൻ വിചാരിച്ചു, കി സാഹസേ, ധൈര്യത്തോടെ കാം ലിയ ജായേ, ധൈര്യത്തോടെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ഓർ അപ്നി കോളനിക്ക് ഓർ പ്രസ്ഥാൻ കർ ദിയ ജായേ, അപ്പോൾ ആ കോളനിയിലോട്ട് പ്രസ്ഥാൻ കർ ദിയ ജായേ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നടക്കാം, യാത്ര തുടരാം എന്ന് വിചാരിച്ചു. മേ മാർഗ് സേ ബഖൂബി പരിചിത്ത, മാർഗ് എന്ന് പറഞ്ഞാൽ വഴി, എനിക്ക് ആ വഴികൾ, ബഖൂബി പരിചിത്ത് എന്ന് പറഞ്ഞാൽ നല്ല പോലെ ആ വഴികളെല്ലാം അറിയാം. അന്തത, അവസാനം, മേ
മൻ പുക്ത കർക്കെ ചൽ ഹി പട. മൻ പുക്ത കർണ എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ചൽ ഹി പട, അതായത് നടക്കാൻ തുടങ്ങി. ചലത്തെ ചലത്തെ നടന്ന് നടന്ന് ജैसे ही मैं സ്റ്റേഷൻ की सीमा से बाहर निकला, സ്റ്റേഷൻ്റെ ആ അതിർത്തിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ, സീമ എന്ന് പറഞ്ഞാൽ അതിർത്തി, സീമാ സെ ബാഹർ നിക്ല, അതിർത്തിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ യഹ് ദേക്കർ ദംഗ് രഹ ഗയ, ഇത് കണ്ടിട്ട് എന്തോ കണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു. ദംഗ് രഹ ഗയ कि सड़क की दोनों तरफ खड़े बिजली के खंभों पर, ഈ സടക്കിൻ്റെ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലുള്ള ദോനോ തരഫ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലുള്ള ഖടി ബിജ്ലിക്ക് ഖമ്പെ, ബിജ്ലിക്ക് ഖമ്പെ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിക് പോസ്റ്റ്, അതിനെയാണ് ബിജ്ലിക്ക് ഖമ്പെ. ബിജ്ലിക്ക് ഖമ്പെ पर एक भी बल्ब अथवा रोड नहीं जल रही है. ബൾബോ ട്യൂബോ, റോഡെന്ന് പറഞ്ഞാൽ ട്യൂബോ ഒന്നും കത്തുന്നില്ല. അന്ധേരി രാത് ഥി, നല്ല ഇരുട്ടുള്ള രാത്രിയായിരുന്നു. ഓർ മേരെ സാത്ത് ചലനെ വാല കോയി നഹി ഥാ, എൻ്റെ കൂടെ നടക്കാനായിട്ട്, കൂടെ പോവാനായിട്ട്, ചലനെ വാല കൂടെ നടക്കാനായിട്ട് ആരുമുണ്ടായിരുന്നില്ല. ऐसी विकट परिस्थिति में, ഇങ്ങനെ വിഷമമുള്ള പരിസ്ഥിതിയിൽ, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ मैं निश्चिंत होकर, ഒരു ഭയവുമില്ലാതെ, നിശ്ചിന്ത് ഹോക്കർ ബഡ്ത്തെ ചലേ ജാന ഭീ സുഖം നഹി ഥാ, അങ്ങനെ ഒരു പേടിയില്ലാതെ മുമ്പോട്ട് പോകലും അത്ര സുഖമുള്ള ഏർപ്പാടായിരുന്നില്ല. ഏക് ദോ വാഹൻ ഇധർ ഉധർ ആയെ ഗയേ ഭി, ഒന്നോ രണ്ടോ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരികയും പോവുകയും ചെയ്തു. മഗർ പക്ഷേ ഉൻകി ക്ഷീൺ റോഷനിമേ, ക്ഷീൺ എന്ന് പറഞ്ഞാൽ ചെറിയ, അതിൻ്റെ ചെറിയ വെളിച്ചത്തിൽ, റോഷനിമേ രാസ്ത തോ ദൂർ തക് നഹി ദേഖാ ജാ സക്താ ഥാ, രാസ്ത വഴി അകലെ വരെ കാണാൻ പറ്റുകയില്ലായിരുന്നു. ഫിർ സടക് ഭി ठीक नहीं थी, ആ റോഡും അത്ര നല്ലതല്ലായിരുന്നു. ഉസ്മേ ഭി ജഗ ജഗ ഗഡ്ഢേ ഥേ, അതിൽ റോട്ടിൽ ജഗ ജഗ ഓരോ സ്ഥലത്തും എന്തുണ്ടായിരുന്നു, ഗഡ്ഢ എന്ന് പറഞ്ഞാൽ കുഴികളുണ്ടായിരുന്നു. ഖേർ പക്ഷേ കിസി തര, എങ്ങനെയൊക്കെയോ സാവധാനീസെ, വളരെ സൂക്ഷിച്ചുകൊണ്ട്, സാവധാനി എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച്, ധീമേ ധീമേ ചലത്തെ, മെല്ലെ മെല്ലെ നടന്ന്, ചലത്തെ ഹുയെ മേ ഏക് മോഡ് തക് പहुंच गया, ഒരു വളവ് വരെ ഞാനെത്തി. മോഡ് എന്ന് പറഞ്ഞാൽ വളവിലെത്തി. വഹാസെ മേര രാസ്ത ദൂസരി ഓർ മുർത്താ ഥാ, അവിടെ നിന്ന് എൻ്റെ വഴി എന്ന് പറയുന്നത്, മേര രാസ്ത, എൻ്റെ വഴി, ദൂസരി ഓർ വേറൊരു സ്ഥലത്തോട്ട്, വേറൊരു വഴിക്കാണ് മുർത്ത, വളഞ്ഞു പോകുന്നത്. തഭി മെനെ ദേഖ, അപ്പം ഞാൻ കണ്ടു, കി തോടാ സാ ആകെ ദോ വ്യക്തി ധീമി ഗതി സെ एक लालटन हाथ में लिए आगे बढ़ रहे थे. അപ്പോൾ തോടാ സാ ആകെ, കുറച്ച് മുമ്പിലോട്ടായിട്ട്, രണ്ട് വ്യക്തികൾ ധീമി ഗതിസെ, വളരെ മെല്ലെ, एक लालटन हाथ में लिए, ലാൽട്ടൻ എന്ന് പറഞ്ഞാൽ വിളക്ക് ഹാത്ത് മേ ലിയെ, കയ്യിലെടുത്തുകൊണ്ട്, ആകെ ബഡ് രഹേ ഥേ, മുന്നോട്ട് പോകുന്നു. അപ്പോൾ രണ്ടുപേര് വിളക്ക് കയ്യിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ട് ഞാൻ കണ്ടു. मुझे उस लालटेन के प्रकाश से मार्ग दिख सकने की संभावना दिखाई पड़ी. അപ്പോൾ എനിക്ക് തോന്നി, ആ വിളക്കിൻ്റെ പ്രകാശത്തിൽ എനിക്ക് എൻ്റെ വഴി കാണാം, അപ്പോൾ അതിനുള്ള ചാൻസ് ഉണ്ട് എന്നെനിക്ക് തോന്നി. അന്ധേരി രാത് മേ മുझे ये प्रकाश एक ईश्वरीय विभूति जैसा जान पड़ा. അപ്പോൾ അന്ധേരി രാത്തിലെ ഈ ഇരുണ്ട രാത്രി, ആ പ്രകാശം ഈശ്വരൻ്റെ വിഭൂതി, അല്ലെങ്കിൽ ഈശ്വരൻ കൊണ്ടുവന്നതുപോലെ തോന്നി. അങ്ങനെ എനിക്ക് തോന്നി, ഈശ്വരൻ്റെ അനുഗ്രഹമായി തോന്നി. മേ ലപ്പക്കർ ഉൻ ദോനോ കെ നസ്ദീക് പहुंच गया, ഞാൻ പെട്ടെന്ന് തന്നെ ആ രണ്ടു പേരുടെയും, നസ്ദീക് എന്ന് പറഞ്ഞാൽ അടുത്ത് എത്തി. ഉസ്കെ ഏക്ദം നിക്കട്ട് ജാക്കർ मैंने पाया, അവരുടെ ഉൻകെ ഏക്ദം നിക്കട്ട് ജാക്കർ എന്ന് പറഞ്ഞാൽ അത്രയും അടുത്ത് ചെന്ന്,
നിക്കട്ട് എന്ന് പറഞ്ഞാൽ അടുത്ത് ചെന്ന് मैंने पाया ഞാൻ കണ്ടു कि वे दोनों रागीर तो निपट अंधे थे. അപ്പോൾ ആ രണ്ട് വഴിയാത്രക്കാരും വഴിയാത്രക്കാരും നിപ്പട്ട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റായും അന്ധേ എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ്, കംപ്ലീറ്റും ബ്ലൈൻഡായ അല്ലെങ്കിൽ കണ്ണ് കാണാൻ പറ്റാത്ത ആൾക്കാരായിരുന്നു. ഉൻകെ ഹാത്ത് മേ ജൽതി ലാൽട്ടൻ ദേക്കർ മുझे ഘോർ ആശ്ചര്യ ഹുവ. ഉൻകെ ഹാത്ത് മേ അവരുടെ കയ്യിൽ ജൽത്തി ലാൽട്ടൻ അതായത് കത്തുന്ന ആ വിളക്ക് കണ്ടിട്ട് ദേക്കർ മുझे ഘോർ ആശ്ചര്യ ഹുവ എനിക്കൊരുപാട് ആശ്ചര്യം തോന്നി. अपनी जिज्ञासा का दमन नहीं कर पाया तो मैंने पूछा. എൻ്റെ ജിജ്ഞാസയെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ അതിനമർത്താൻ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ദമൻ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതായപ്പോൾ ഞാൻ ചോദിച്ചു. मैंने पूछा ഞാൻ ചോദിച്ചു. ഭായി സൂർദാസ് ലോഗോ ഭായി സഹോദര സൂർദാസ് ലോഗോ സൂർദാസ് എന്ന ഒരു കവി, അദ്ദേഹവും എന്താണ് അന്ധനായ ഒരു കവിയാണ്. അപ്പോൾ അതുകൊണ്ട് റെസ്പെക്റ്റോടെ അന്ധരെ സൂർദാസ് എന്ന് അഭിസംബോധന ചെയ്യാറുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു ആപ് ജോ യെ ജൽത്തി ലാൽട്ടൻ ലേക്കർ രാസ്തേ പർ ചൽ രഹേ ഹേ, നിങ്ങൾ ഈ കത്തുന്ന വിളക്ക് കൊണ്ട് ലാൽട്ടൻ എടുത്തുകൊണ്ട് ഈ വഴിയിൽ പോകുകയാണല്ലോ. ഭല इससे आपको क्या लाभ मिल रहा है, ഇതിൽ നിന്ന് ആപ്കോ നിങ്ങൾക്ക് എന്ത് ലാഭമാണ് കിട്ടുന്നത്. ക്യാ ലാഭ് മിൽ റാ ഹൈ നിങ്ങൾക്ക് എന്താണ് ഉപകാരം. അപ്പോൾ മേരി യ സഹജ് ഉത്കണ്ഠ സുൻകർ ഈ കോമണായ എല്ലാവർക്കും തോന്നാവുന്ന എൻ്റെ ഈ ഉത്കണ്ഠ സുൻകർ അത് കേട്ടിട്ട് വേ ദോനോ ചലത്തെ റുക്കേ ആ രണ്ടുപേരും നടന്നു പോകുന്നവർ നിന്നു. റുക്കേ എന്ന് പറഞ്ഞാൽ നിന്നു. ഓർ ഉന്മേ ജോ ഉമ്രുമേ ബടാ താ അവരിൽ വയസ്സിന് മൂത്ത ആൾ ഉമ്രുമേ ബടാ എന്ന് പറഞ്ഞ വയസ്സിൽ മൂത്ത ആൾ പറഞ്ഞു തപോല ബാബുജി റെസ്പെക്റ്റോടെ സാർ ലാൽട്ടൻ ഹം അപ്നെ വാസ്തേ ലേക്കർ നഹി ചൽ രഹേ ഹേ. ലാൽട്ടൻ അല്ലെങ്കിൽ ഈ വിളക്ക് ഞങ്ങൾക്ക് വേണ്ടി അപ്നെ വാസ്തേ ഞങ്ങൾക്ക് വേണ്ടി അല്ല എടുത്തുകൊണ്ട് പോകുന്നത്. ബൽക്കി പക്ഷേ ആപ് ജേസെ ആഖ് വാലേക്ക് ലിയേ ലേക്കർ ചൽ രഹേ ഹേ. ആപ് ജേസെ നിങ്ങളെപ്പോലെ കണ്ണുള്ള ആഖ് വാലെ കണ്ണുള്ളവർക്ക് വേണ്ടിയാണ് ഞങ്ങളിത് എടുത്തുകൊണ്ട് പോകുന്നത്, ഇത് കൊണ്ടുപോകുന്നത്. മേനെ കഹ ഞാൻ പറഞ്ഞു മേരെ ലിയേ ക്യൂം എനിക്ക് വേണ്ടി എന്തിന്. മേരി ആപ്കോ ക്യാ ചിന്ത എന്നെക്കുറിച്ച് എന്തിന് നിങ്ങൾക്ക് ടെൻഷൻ. ജैसे ജിസെ ജറൂറത്ത് ഹോഗി ആർക്കാണോ വേണ്ടത് ജറൂറത്ത് അത്യാവശ്യം ആർക്കാണോ ആവശ്യം വ ഖുദ് അപ്നി റോഷ്നി കാ പ്രബന്ധ് കരേഗ അദ്ദേഹം അവർ ആർക്കാണോ വേണ്ടത് അവർ സ്വയം ഖുദ് എന്ന് പറഞ്ഞാൽ സ്വയം അപ്നി റോഷ്നി കാ അവർക്ക് വേണ്ട വെളിച്ചത്തിൻ്റെ അറേഞ്ച്മെൻറ്റ് പ്രബന്ധം എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻറ്റ് അവർ ചെയ്തോളില്ലേ. നിങ്ങളെന്തിന് അതിനെക്കുറിച്ച് ആഹ്ലാദിപ്പെടണം. ഉന്മേസെ ഏക് ബോല അതിൽ നിന്ന് വേറൊരാൾ പറഞ്ഞു നഹി ബാവുജി അങ്ങനെയല്ല യേ ബാത്ത് നഹി ഹെ അതല്ല കാര്യം. ജോ രാത് കെ അന്ധേരെ മേ ആത്തെ ജാത്തെ ഹെ ഈ രാത്രിയുടെ ഈ ഇരുട്ടിൽ വരികയും പോവുകയും ചെയ്യുന്നവർ ഉൻ സബ്കെ പാസ് ഉജാലെ കാ ഇന്തസാം നഹി ഹോത്തെ അവർക്ക് എല്ലാവരുടെ കയ്യിലും ചിലപ്പോൾ ഈ ഉജാല എന്ന് പറഞ്ഞാൽ വെളിച്ചത്തിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇന്തസാം എന്ന് പറഞ്ഞാൽ വെളിച്ചം അവരുടെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഫിർ ഉസ്നെ അപ്നി ബാത്ത് ബീച്ച് മേ റോക്കർ പൂച്ച അയാളുടെ സംസാരം ബീച്ച് മേ റോക്കർ അത് ഇടയിൽ നിർത്തിക്കൊണ്ട് ചോദിച്ചു ക്യാ ആപ്കെ പാസ് റോഷിനി കാ പ്രബന്ധ് ഹെ നിങ്ങളുടെ കയ്യിൽ റോഷിനി എന്ന് പറഞ്ഞാൽ പ്രകാശം വെളിച്ചം അത് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. ഉസ്ക പ്രശ്ന സുൻകർ അവൻ്റെ ചോദ്യം കേട്ടിട്ട് മേ സക് പക്ക എന്ന് പറഞ്ഞാൽ ആശ്ചര്യം തോന്നി അല്ലെങ്കിൽ എനിക്കെന്തോ വല്ലാതെ തോന്നി. ഓർ ചോപ്പത്തെ ഹുയെ പോലെ ഒരു അല്പം ലജ്ജയോടെ അല്പം നാണത്തോടെ ഞാൻ പറഞ്ഞു
नहीं सूरദാസ്, എൻ്റെ കയ്യിലില്ല, വെളിച്ചമില്ല. മേരെ പാസ് റോഷ്നിക്ക് കോയി വ്യവസ്ഥ നഹി ഹെ, എൻ്റെ കയ്യിൽ പ്രകാശത്തിൻ്റെ അല്ലെങ്കിൽ വെളിച്ചത്തിൻ്റെ ഒരു വ്യവസ്ഥയും എൻ്റെ അടുത്തില്ല. മേ തോ ടോർച്ച് ലേക്കർ ഭി നഹി ചല, ഞാൻ ടോർച്ച് പോലും എടുക്കാതാണ് ഞാൻ വന്നിരിക്കുന്നത്. വ ബോല, അപ്പോൾ അയാൾ പറഞ്ഞു, ബസ് തോ ഫിർ ആപ് ഹി സമജ് ലോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കോ. ജബ് ഏസി സുൻസാൻ സടക് പർ, ഇങ്ങനെയുള്ള ആരുമില്ലാത്ത ഈ റോട്ടിൽ ആപ്കെ പാസ് ഉജാലയ്ക്ക് ലിയേ കുച്ച് നഹി ഹെ, നിങ്ങളുടെ കയ്യിൽ വെളിച്ചത്തിനായിട്ട് ഒന്നുമില്ല. ഉജാലയ്ക്ക് ലിയേ കുച്ച് നഹി ഹെ തോ ഓരോ കെ പാസ് ക്യാ പ്രബന്ധ് ഹോഗ, നിങ്ങളുടെ കയ്യിൽ തന്നെ ഇങ്ങനെ ഒന്നുമില്ല, അപ്പം മറ്റുള്ളവരുടെ കയ്യിൽ എങ്ങനെ ഉണ്ടാവും. ഇസിലിയേ തോ ഹം രാത് കെ സമയ യെ ജൽത്തി ലാൽട്ടൻ ലേക്കർ ചലത്തെ ഹെ, അതുകൊണ്ടാണ് ഞങ്ങൾ രാത്രിയുടെ സമയത്ത് രാത്രി ഇങ്ങനെ കത്തുന്ന വിളക്കെടുത്തുകൊണ്ട് ഞങ്ങൾ നടക്കുന്നത്. ഹം തോ ഠഹരെ നിപട്ട് അന്ധേ, ഞങ്ങൾ കംപ്ലീറ്റായും ബ്ലൈൻഡാണ്, ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല, അന്ധരാണ്. ഓർ ഹമാരെ ലിയേ അന്ധേരെ ഉജാലേ കാ കോയി ഫറക് ഹി നഹി ഹെ, ഞങ്ങൾക്ക് അന്ധേര എന്ന് പറഞ്ഞാൽ ഇരുട്ടോ വെളിച്ചത്തിൻ്റെയോ ഒരു വ്യത്യാസവും ഞങ്ങൾക്കില്ല, എപ്പോഴും ഞങ്ങളുടെ കണ്ണിൽ ഇരുട്ടാണ്. യെ ലാൽട്ടൻ തോ ഉൻ സബ് കെ ലിയേ ഹെ जो अंधेरे में चलते हुए हमारे जैसे ही अंधे हो जाते हैं. ഈ വെളിച്ചം ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഞങ്ങളെ പോലെ രാത്രി നടന്ന്, കണ്ണുള്ള ആൾക്കാർ രാത്രി നടന്ന് ഞങ്ങളെപ്പോലെ അന്ധരാവുന്നു. ഈ രാത്രിയിൽ ഇരുട്ടത്ത് നടന്ന് ഞങ്ങളെപ്പോലെ തന്നെ അന്ധരായി മാറുന്നു. അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ വെളിച്ചം കൊണ്ടുപോകുന്നത്. ഓർ ഹമേ ടക്കർ മാർക്കർ ചലെ ജാത്തെ ഹെ, ഞങ്ങളെ ഇടിച്ചിട്ടിട്ട്, ടക്കർ മാറണ എന്ന് പറഞ്ഞ് ഇടിച്ചിട്ട് അവർ പോകും. സച്ചി ബാത് തോ യേ ഹെ कि उनकी टक्करों से निजात पाने के लिए ही हम रात को जलती लालटेन लेकर चलते हैं. സത്യം പറഞ്ഞാൽ സച്ച് ബാത്ത് തോ യേ ഹെ, സത്യം ഇതാണ്, എന്താണെന്ന് വെച്ചാൽ ഉൻകി ടക്രോസെ, ആ രാത്രിയിൽ കണ്ണ് കാണാതെ നടക്കുന്ന, അതായത് അന്ധരല്ലാത്ത, വെളിച്ചമില്ലാത്തത് കൊണ്ട് കണ്ണ് കാണാൻ പറ്റാതെ ഞങ്ങളെ ഇടിച്ചിട്ടിട്ട് പോകുന്ന ആ ഇടിയിൽ നിന്നും നിജാത് പാനേക്ക് ലിയേ, നിജാത്ത് എന്ന് പറഞ്ഞാൽ ഫ്രീഡം, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ കത്തുന്ന വിളക്കും കൊണ്ട് പോകുന്നത്. ആപ് ജैसे किसी ദയാലു से ही हम ये लालटन जलवाते भी है, നിങ്ങളെപ്പോലെയുള്ള ദയാലുവായ ആരെ കൊണ്ടെങ്കിലൊക്കെയാണ് ഞങ്ങൾ ഈ വിളക്ക് കത്തിക്കുന്നതും. ഞങ്ങൾക്ക് കത്തിക്കാൻ അറിയില്ല, ഞങ്ങൾ ആരെ കൊണ്ടെങ്കിലും ഈ വിളക്ക് കത്തിക്കും. മേ യ വ്യക്തി की समझदारी से प्रभावित हो गया, ഈ കവി അല്ലെങ്കിൽ ഈ കഥ എഴുതിയ കഥാകൃത്ത് ഉസ് വ്യക്തി की समझदारी से, ആ വ്യക്തിയുടെ വിവേകം, ആ ബുദ്ധി, അതിൽ പ്രഭാവിത് ഹോ ഗയ എന്ന് പറഞ്ഞാൽ അതിൽ ഇൻഫ്ലുവൻസ് ആയി. വാസ്തവ് മേ ഉസ്കി ബാത് മേ ഗഹര സച്ച് था, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വളരെ ഡീപ്പായ ഒരു ട്രൂത്ത് ഉണ്ട്, അല്ലെങ്കിൽ സത്യമുണ്ട്. ഓ സൂർദാസ് കി യേ കിത്നി ഗഹരി സൂച്ച് തീ, ആ സൂർദാസിൻ്റെ, ആ അന്ധരായ ആൾക്കാരുടെ എത്ര ഡീപ്പായ സൂച്ച്, അല്ലെങ്കിൽ നല്ല ഒരു ഐഡിയയാണ്. कि दूसरों को प्रकाश देने वाला ही अपनी और दूसरों की राह प्रकाशित कर सकता है. दूसरों को प्रकाश देने वाला, മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്നവരെ അവർക്ക് മാത്രമേ സ്വന്തം അപ്ന ഓർ ദൂസറോ കി രാഹ്, സ്വന്തം വഴിയും മറ്റുള്ളവരുടെ വഴിയും, രാഹ് എന്ന് പറഞ്ഞാൽ വഴി, ആ വഴികൾ പ്രകാശിപ്പിക്കാൻ പറ്റുകയുള്ളൂ. മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്നവർക്കേ സ്വന്തമായിട്ടുള്ള വഴിയിൽ പ്രകാശം വിടർത്താനും പ്രകാശം ചൊരിയാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശം കൊടുക്കാനും സാധിക്കുകയുള്ളൂ. മേനെ ഉൻ ദോനോ കി ഗഹരി കൃതജ്ഞത അനുഭവ് കർത്തേ ഹുയേ, അവരോട് കൃതജ്ഞരായി, വളരെയധികം കൃതജ്ഞരായി,
ധന്യവാദ് ദിയ, താങ്ക്സ് പറഞ്ഞു, നന്ദി പറഞ്ഞു. ഓർ ഉൻകി ലാൽട്ടൻ കി റോഷ്നി മേ, അവരുടെ വിളക്കിൻ്റെ വെളിച്ചത്തിൽ, ബഹുത് സ ബീഹഡ് രാസ്ത, വളരെ കഠിനമായ ആ വഴി, അതും രാത്രിയും, ഇരുട്ടത്ത് പാർ കർ ഗയ, അങ്ങനെ അവരുടെ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ആ വഴി ക്രോസ് ചെയ്തു, എൻ്റെ വീടിന് അടുത്തെത്തി, അല്ലെങ്കിൽ എനിക്ക് എവിടെയാണോ എത്തേണ്ടിയിരുന്നത് അവിടെ എത്തി. അപ്പോൾ ഇതായിരുന്നു ഒരു കഥ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.